എക്സ്പ്രസിലെ ജീവനക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ഇടപെട്ട് കേന്ദ്ര സർക്കാർ. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ചീഫ് ലേബർ കമ്മീഷണർ കമ്പനി മാനേജ്മെന്റിനെയും തൊഴിലാളി യൂണിയനെയും ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കും. വൈകിട്ട് കമ്പനി സിഇഒയും ക്യാബിൻ ക്രൂ ജീവനക്കാരും തമ്മിൽ മറ്റൊരു ചർച്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കെതിരെ എയർ ഇന്ത്യ എക്സ്പ്രസ് കടുത്ത നടപടിയിലേക്ക് കടന്നു. സമരം ചെയ്ത 30ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടു. സമരത്തെ തുടർന്ന് 85 ഫ്ലൈറ്റുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ത്, യാത്രാ ദുരിതം അനുഭവിക്കുന്നത് നിരവധി പേരാണ്. നമ്മൾ 2 ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ചർച്ച എപ്പോഴാണ് ആരംഭിക്കുക? ആര്യ, 2 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ആ ചർച്ച ആരംഭിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നലെയും ഇന്നുമായി ആയിരക്കണക്കിന് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന യാത്രികരാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിഷയത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇടപെട്ടിരിക്കുന്നത്. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ചീഫ് ലേബർ കമ്മീഷണറാണ് വിഷയത്തിൽ ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് ഇപ്പോൾ കമ്പനി മാനേജ്മെന്റിനെയും അതുപോലെ തന്നെ ജീവനക്കാരെയും വിളിപ്പിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ, അത് BMS-ൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണ്. അവരുടെ പ്രതിനിധികളെയും അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റിന്റെ ഭാഗമായി സിഇഒയെയുമാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്കായി ലേബർ മന്ത്രാലയം വിളിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ചർച്ച തീർത്തും വളരെ നിർണായകമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എയർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളാകെ അവതാളത്തിലായി നിൽക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ മറുവശത്ത് ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടുന്ന സ്ഥിതിവിശേഷവും. അതുകൊണ്ട് ഈ ചർച്ചയിലെ തീരുമാനങ്ങൾ വളരെ നിർണായകമാണ്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണർ ഒരു നിലപാടെടുത്തിരുന്നു. മെയ് 3-ാം തീയതി ലേബർ കമ്മീഷണർ എയർ ഇന്ത്യ മാനേജ്മെന്റിനോട് പറഞ്ഞത് ഈ ജീവനക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്, അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഉന്നതതല സമിതി രൂപീകരിക്കണം എന്നതായിരുന്നു. പക്ഷേ അതിനുശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് അക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടായിരുന്നില്ല സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്രയും ഗൗരവമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ സാഹചര്യത്തിൽ കുറെ കൂടി കർശനമായ നടപടികളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് ചീഫ് ലേബർ കമ്മീഷണർ കടക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല. ഈ നിലവിലെ സാഹചര്യത്തിൽ മറുഭാഗത്ത് മാനേജ്മെന്റ് ജീവനക്കാർക്കെതിരെ കർശനമായ നടപടികളിലേക്ക് കടന്നിട്ടുമുണ്ട്. ഇന്നലെയും ഇന്നുമായി ഇതുവരെ 30ഓളം ജീവനക്കാർക്ക് ടെർമിനേഷൻ ലെറ്റർ നൽകി കഴിഞ്ഞു. അന്യായമായി സമരം ചെയ്തതിനെ തുടർന്ന് ആണ് ഈ നടപടിയെന്ന് എയർ ഇന്ത്യ മാനേജ്മെന്റ് വിശദീകരിക്കുന്നു. ഈ ഫ്ലൈറ്റ് സർവീസുകൾ മുടങ്ങണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ രോഗാവധിയിൽ ജീവനക്കാർ പ്രവേശിച്ചത്. അതുകൊണ്ട് കമ്പനിക്ക് അതിൻ്റെ സൽപ്പേര് നഷ്ടമായി, കൂടാതെ ഈ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ജീവനക്കാരെ അടിയന്തരമായി പിരിച്ചുവിടുന്നത് എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ ടെർമിനേഷൻ ലെറ്ററിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നുള്ള ആവശ്യം തീർച്ചയായും ഈ എംപ്ലോയീസ് യൂണിയൻ ഈ ചർച്ചയിൽ ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കേന്ദ്ര സർക്കാർ വിളിച്ച ഈ ഒരു മധ്യസ്ഥ ചർച്ച കൂടാതെ മറ്റൊരു ചർച്ച വൈകിട്ട് 4:30 നിശ്ചയിച്ചിട്ടുണ്ട്. അത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സിഇഒയും അതുപോലെ തന്നെ ക്യാബിൻ ക്രൂ അംഗങ്ങളും ചേർന്ന് ഒരു ചർച്ചയാണ്. അത് വൈകിട്ട് 4:30 ഗുഡ്ഗാവിലാണ് ചേരാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എയർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ആകെ അവതാളത്തിലായിരിക്കുകയാണ്. ഇതുവരെ 85 ഫ്ലൈറ്റുകൾ എയർ ഇന്ത്യക്ക് റദ്ദാക്കേണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം 91 ഫ്ലൈറ്റുകളാണ് റദ്ദാക്കേണ്ടി വന്നത്. കൂടുതൽ ഫ്ലൈറ്റുകൾ ഒരുപക്ഷെ ഇന്ന് റദ്ദാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏകദേശം 283 ഫ്ലൈറ്റുകൾ മാത്രമേ ഇന്ന് രാജ്യത്തുടനീളം സർവീസ് നടത്തുന്നുള്ളൂ എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കുന്നത്. ശരി, ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം എന്തായാലും നിർണായകമാണ്. എയർ ഇന്ത്യക്കും യാത്രക്കാർക്കും ഉൾപ്പെടെ അതുതന്നെയാണ് കാത്തിരിക്കുന്നതും. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത്.